കാരണം ആരാണ് കൺസ്ട്രക്ഷൻ അനുമതി കൊടുത്തത്? കേന്ദ്ര സർക്കാർ. ആരാണ് ടെൻഡർ വിളിച്ചത്? കേന്ദ്ര സർക്കാർ. ആരാണ് DPR തയ്യാറാക്കിയത്? കേന്ദ്ര സർക്കാർ. ആരാണ് അലൈൻമെൻറ്റ് ചെയ്തത്? കേന്ദ്ര സർക്കാർ. ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് പണവും കൊടുത്ത് പിന്നെന്താണ് ഒരു പരിസ്ഥിതി പഠനവും നടത്താതെ മണ്ണിട്ട് വയൽ മുഴുവൻ ഫില്ല് ചെയ്ത് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. അതിനെന്തിനാണ് കേരള സർക്കാരിനെ കുറ്റം പറയുന്നത്? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് രണ്ട് കാര്യം ചോദിക്കണം. അല്ലെങ്കിൽ ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണോ? ചോദിക്കുക. ഞാൻ പറയാം, കേരള സർക്കാരിനാണ്. ഈ പറഞ്ഞ 20,000 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്ത ഉത്തരവാദിത്തം ആർക്കാ? ആ ഉത്തരവാദിത്തം കൊടുത്തത് കേരള സർക്കാരിൻ്റെയാണ്. ഈ സ്ഥലം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ഏകോപനം നടത്തിയ ഉത്തരവാദിത്തം ആയിരുന്നാ? കേരള സർക്കാരിൻ്റെയാണ്. അല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിൻ്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിൻ്റെയാണ് എന്ന് പറയുന്നതിനും മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിലും ഒരർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തോ റീൽസ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എന്താണ്? അദ്ദേഹം കേരളത്തിൻ്റെ എന്താണ് PWD മിനിസ്റ്റർ അല്ലേ? അദ്ദേഹത്തിന് ഈ പറഞ്ഞ അതിൻ്റെ ഒരു ക്രെഡിറ്റും എടുക്കാൻ പാടില്ലേ? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്ത് നാഷണൽ ഹൈവേ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുമായിരുന്നോ? നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവ് എന്താ നിയമസഭയിൽ പറഞ്ഞെന്നറിയോ? അത് ഗഡ്കരിൻ്റെ റോഡാണെന്നാ. ഗഡ്കരിൻ്റെ റോഡാണെന്നാണ് പറഞ്ഞത്. അതെന്താണ്? അത് ഇവിടുന്ന് വരുന്ന റോഡൊന്നും അല്ല. അത് കർണാടക, ആന്ധ്ര, തെലങ്കാന വഴി കടന്നു വരുന്ന 66 ആ റോഡിൻ്റെ ഉത്തരവാദിത്വം ഗഡ്കരിക്കാന്ന് പറഞ്ഞു. ഇപ്പം എന്തേ അത് പറയാത്തേ?